ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നത് ഇടുക്കിയിലെ തന്നെ അല്ലെങ്കിൽ മൂന്നാറിലെ തന്നെ എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന, ഞാൻ ഒരുപാട് കാലമായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന മീശപ്പുലിമലയുടെ ഒരു ട്രക്കിംഗ് വീഡിയോ ആണ്. റോസ് ഗാർഡൻ്റെ അടുത്തുള്ള, നമ്മുടെ മൂന്നാറിലെ റോസ് ഗാർഡൻ്റെ അടുത്തുള്ള KFDC ഓഫീസിൽ വന്നു. അവിടെ നിന്ന് ഒരു ജീപ്പ് ഡ്രൈവറെ നമുക്ക് അവർ ആക്കി തന്നു. അവർ വഴി നമ്മൾ നേരെ പോകുന്നത് മീശപ്പുലിമലയിലെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ബേസ് ക്യാമ്പിലേക്കാണ്. അങ്ങനെ ഒരുപാട് ദൂരം മുന്നോട്ട് ചെന്നപ്പോൾ സൈലന്റ് വാലി എന്നറിയപ്പെടുന്ന ഒരു മിഡിൽ സ്റ്റേഷൻ കിട്ടി നമുക്ക്. നല്ല ഭംഗിയുള്ള പുൽമേടുകളും അതിനു ചുറ്റും നല്ല മലനിരകളുമായിട്ടുള്ള ഒരു ഗ്രാമം. ഞങ്ങൾ വന്ന സമയത്ത് കുറച്ച് മഴ കുറവായത് കൊണ്ടായിരിക്കാം പുല്ലുകൾക്കെല്ലാം കളറൊന്ന് ഫെയ്ഡായിട്ടുണ്ടായിരുന്നു. അതും അല്ലെങ്കിൽ നല്ല ഗ്രീനിഷ് കളറിൽ നല്ല ബ്ലൂ ബാക്ക്ഗ്രൗണ്ടായ ആകാശത്തിന് താഴെ മലകളും ഈ സ്ഥലത്തിൻ്റെ ഭംഗിയും എല്ലാം കൂടെ ആകുമ്പോൾ ക്യാൻവാസിന് വല്ലാത്തൊരു ഭംഗിയായിരിക്കാം. എന്തായാലും ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. കൂടുതൽ ഐറ്റംസ് ഒന്നും കിട്ടില്ലെങ്കിലും ഇവിടുത്തെ ചായക്ക് വല്ലാത്തൊരു ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും കുറച്ചു നേരം അവിടെ നിന്നിങ്ങനെ കറങ്ങിയതിന് ശേഷം ജീപ്പ് ഡ്രൈവർ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. കല്ലുകളും നല്ല കുഴികളൊക്കെ ഉള്ള റോഡ്, പോകുമ്പോൾ നന്നായിട്ട് ഇളകുന്നുണ്ടെങ്കിലും ഇതൊരു ഓഫ് റോഡ് ജീപ്പ് എക്സ്പീരിയൻസ് കൂടെ നമുക്ക് എടുക്കാമെന്നുള്ളത് കൊണ്ട് വല്ലാത്തൊരു അനുഭൂതിയും വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഈ മീശപ്പുലിമല എന്ന് പറയുന്നത് ഒരുപാട് കാലങ്ങളായിട്ട് മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. സിംഗിളായിട്ടൊക്കെ വരാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ഗ്രൂപ്പ് കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് ഇത്തരം യാത്രകൾ നടത്താനുള്ളൊരു സാഹചര്യം ഉണ്ടാവുള്ളൂ. എന്തായാലും പോകുന്ന വഴികളെല്ലാം നല്ല ഭംഗിയുള്ള വഴികൾ, എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഡ്രൈവറുടെ സാഹസികമായ ഡ്രൈവിങ്ങും കണ്ട് അതിലൊരു എൻജോയ്മെൻറ്റ് കൂടെ കണ്ടെത്തി. ജീപ്പിൻ്റെ ഡ്രൈവിങ് എന്നും ഇഷ്ടപ്പെട്ടൊരു ഡ്രൈവിംഗ് ആയിരുന്നു കേട്ടോ. കാറും വേറെയുള്ള സ്മൂത്ത് വണ്ടികൾ ഓടിക്കുന്നതിനേക്കാൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആൻഡ് ക്രേസിംഗ് ആണ് ഈ വണ്ടി ഓടിക്കാനെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ നേരെ ബേസ് ക്യാമ്പിലെത്തി. ബേസ് ക്യാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഭംഗിയിലാണ് കേട്ടോ ഇവരിവിടെ ഇതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കാടായിരിക്കുമെന്ന് പ്രതീക്ഷിച്ച് വരുന്ന സ്ഥലത്ത് നല്ല ചെടികളും പൂക്കളും എല്ലാം വെച്ച് ഈ ഒരു ഏരിയ നന്നായിട്ട് തന്നെ വെൽ മെയിൻറ്റെയിൻഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ വരുന്ന ഗസ്റ്റിന് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഹട്ടുകൾ പോലെയുള്ള സൗകര്യങ്ങളും, അതുപോലെ തന്നെ ക്യാമ്പ് ഫയറും ചെറിയ ചെറിയ വ്യൂ പോയിന്റ്സും ഒക്കെ ആയിട്ട് നല്ല ഭംഗി തന്നെയാണ് ഇവർ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കുറച്ചു നേരം ഞങ്ങൾ അവിടെ തന്നെ ചുറ്റിപ്പറ്റി ഇതിൻ്റെ ഭംഗിയും ആസ്വദിച്ച് ആ ചെറിയ ഹട്ടിനുള്ളിൽ കയറി ചെറിയ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും എല്ലാം ആയി. ഇരുട്ടാവുന്നവരെ ഒരുപാട് സമയമുണ്ട് നമുക്ക്. ഞങ്ങൾ മറ്റുള്ള വ്യൂ പോയിന്റുകളിലേക്കെല്ലാം പോയി നോക്കി. അങ്ങനെ രാത്രി ഭക്ഷണം റെഡിയായി. നല്ല ഏകദേശം നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും നല്ല ഉഷാറായ ഭക്ഷണം തന്നെയായിരുന്നു. ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം ക്യാമ്പ് ഫയറിൻ്റെ അടുത്ത് പോയി ഒരുപാട് സമയം അവിടെ തമാശകളെല്ലാം പറഞ്ഞിരുന്നു. 4-4:30 ആയപ്പോൾ തന്നെ എണീറ്റു. ഇവർ 5 മണിക്ക് തന്നെ ഇവിടുന്ന് പോകണമെന്നാണ് പറയുന്നത്. കാരണം ഇവിടുന്ന് പോയിട്ട് വീണ്ടും ഒരു റോഡോ മാൻഷൻ ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് വേറെ ബേസ് ക്യാമ്പ് ഉണ്ട്. അവിടെ പോയിട്ട് വേണം നമുക്ക് നോർമൽ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ. എന്തായാലും ഈ റോഡുകളെല്ലാം നല്ല വഴികളാണ്. ഇതെല്ലാം തിരിച്ചു വരുമ്പോൾ ഞാൻ എടുത്ത ഫൂട്ടേജാണ്. അവിടെ എത്തിയപ്പോൾ അവിടെയും ഇരുട്ട് തന്നെയാണ്. എന്തായാലും ചെറിയ ബാഗും കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം വെള്ളവുമായിട്ട് ഞങ്ങൾ നടന്ന് കയറാൻ തുടങ്ങി. ഒരുപാട് കാലത്തിന് ശേഷം നടക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല,
നന്നായിട്ട് കിതക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബാഗും ഉണ്ട്. അങ്ങനെ കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും കൂടിയിട്ട് നടന്ന് നമ്മൾ മുകളിലെത്തി. നിർഭാഗ്യകരമാണോ എന്താ അറിയില്ല, നല്ല കോടയായിരുന്നു. അതുകൊണ്ട് തന്നെ സൂര്യോദയം കാണാൻ അത്ര എളുപ്പമായിരുന്നില്ല. കുറേ നേരം അവിടെ ചുറ്റിക്കറങ്ങി നിന്നു. അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു വന്നതല്ലാതെ സൂര്യനെ കാണാൻ പ്രത്യേകിച്ചൊരു ചാൻസ് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഈ മീശപ്പുലിമല എന്ന് പറയുന്നത് സീ ലെവലിൽ നിന്നും 2640 മീറ്റർ ഹൈറ്റിലാണ്. ഇവിടെ കാണുന്ന ഈ റോഡോ ഡെൻഡ്രോൺ എന്ന് പറയുന്ന ഈ പൂവുണ്ടല്ലോ, ഇത് നേപ്പാളിന്റെ ദേശീയ പുഷ്പമാണ്. മൂന്നേ 5 കിലോമീറ്ററാണ് വൺ സൈഡ് ദൂരമെങ്കിലും മലയും കയറ്റവും ഇറക്കവും നല്ല പാടുള്ള വഴിയിലൂടെ നടക്കുന്നതുകൊണ്ട് തന്നെ ആ ദൂരത്തിനേക്കാൾ കൂടുതൽ നമ്മൾ ടയർഡായ പോലെ നമുക്ക് തോന്നും. പിന്നെ ഇത്രയും ഉയരങ്ങളിലൂടെ നടക്കുന്നതുകൊണ്ടാവാം നമുക്ക് നന്നായിട്ട് കിതക്കുന്നുണ്ട്. ഓക്സിജന്റെ അളവും കുറവായിരിക്കാം, അതുകൊണ്ട് നന്നായിട്ട് കിതപ്പും തോന്നുന്നുണ്ട്. ഈ മുകളിലുള്ള ഈ കാഴ്ചകൾ കൊണ്ട് നടക്കുന്നതുകൊണ്ട് തന്നെ ഇത്തരം പ്രതിസന്ധികളൊന്നും തന്നെ നമുക്ക് വല്ലാതെ നമുക്ക് ഫീൽ ചെയ്യില്ല. മൂന്നാറിലുള്ള നല്ല ഉയരമുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള വ്യൂ കാണാൻ വളരെ എളുപ്പവും അതുപോലെ തന്നെ മൂന്നാറിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിക്കാൻ വളരെ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. ഈ പീക്കിൽ നിൽക്കുമ്പോൾ നമുക്ക് മൂന്നാറിലെ തന്നെ കൊളുക്കുമല, അതുപോലെ കൊടൈക്കനാൽ, കമ്പം, തേനി, ഇടുക്കി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇവിടുന്ന്. പക്ഷെ കോടയും മറ്റുള്ളത് കൊണ്ടാണ് കൂടുതൽ ദൂരത്തേക്ക് നമുക്ക് ഇവിടുന്ന് ഇപ്പൊ കാണാൻ പറ്റുന്നില്ല. സൗത്ത് ഇന്ത്യയിലെ തന്നെ സെക്കൻഡ് ഹയസ്റ്റ് പീക്കാണല്ലോ ഈ മീശപ്പുലിമല. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹയസ്റ്റ് പീക്കിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നല്ല എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ ഈ സ്ഥലത്തേക്ക് എത്തുമ്പോൾ.
തിരിച്ചിറങ്ങുന്ന വഴികൾ നിങ്ങൾ കണ്ടോ? എങ്ങോട്ട് ഏത് ആംഗിളിൽ നിന്ന് വീഡിയോ എടുക്കണം എന്നുള്ള ഒരു ഐഡിയയും എനിക്കില്ല കേട്ടോ. കാരണം എവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും ഇത് ഞാൻ ഉദ്ദേശിച്ച പോലെ ആവുന്നില്ല. കാരണം ഞാൻ കാണുന്ന വ്യൂ ഒരിക്കലും തന്നെ എൻ്റെ ക്യാമറയിൽ പകർത്താൻ എനിക്ക് പറ്റുന്നില്ല. ഒരുപാട് സ്ഥലത്ത് നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, അത് പിന്നെ കുറച്ച് നേരം ആ ആംഗിൾ മാറ്റി വേറെ ആംഗിളിലേക്ക് വെക്കുമ്പോൾ അതും നല്ല ഭംഗിയുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും എനിക്ക് ക്യാമറ ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ മൊബൈൽ ഓഫ് ചെയ്യാനോ എനിക്ക് പറ്റുന്നില്ല. ഫുൾ ടൈം ഞാൻ അത് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും അവിടുന്ന് താഴേക്ക് ഇറങ്ങി നല്ല ഭംഗിയുള്ള വഴികളാണ് നമ്മൾ പോകുന്നത്. പുല്ലുകളെല്ലാം ഉണങ്ങിയത് കൊണ്ട് തന്നെ ഇതുവരെ നമുക്കൊരു പച്ചപ്പാണ് കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിന്റെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ യെല്ലോ കളറിലേക്ക് ഈ മൊത്തം ടെറൈൻ മാറുന്നുണ്ട്. അപ്പോൾ ആരോ പറയുന്നുണ്ടായിരുന്നു ഇത് ഏകദേശം ഒരു മസായിമാരയിലൊക്കെ ഉള്ള ഒരു കളർ പോലെ ഉണ്ടെന്ന്. അവിടെ ഞാൻ പോയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ഐഡിയ ഒന്നുമില്ല. എന്നാലും എനിക്കും അങ്ങനത്തെ ഒരു വൈൽഡ് ഏരിയ പോലെ എനിക്കും തോന്നി. പോകുന്ന വഴികളിലെല്ലാം നല്ല സീനറികൾ കൂടെ ഇടയ്ക്ക് നല്ല അരുവികൾ വരുന്നുണ്ട്. കാടുകളുടെയൊക്കെ ഒരു ഭംഗി കൂട്ടുന്ന ഒരു പ്രത്യേക ഒരു പോയിന്റ്സ് തന്നെയാണല്ലോ ഈ അരുവികൾ. ഈ അരുവികളിൽ നല്ല ശുദ്ധമായ വെള്ളം തന്നെ ഒഴുകി വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ അത് പിടിക്കാൻ പറ്റിയൊരു ബോട്ടിലോ എന്തെങ്കിലും പാത്രങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ വെള്ളം നമുക്ക് എടുത്ത് കുടിക്കാവുന്നതാണ്. നമ്മൾ വെറുതെ ഇത്രയും ദൂരം ഈ വെള്ളം ചുമന്നുകൊണ്ട് വരേണ്ട കാര്യമില്ല. നമ്മളിവിടെ ബേസ് ക്യാമ്പിൽ വന്ന സമയത്ത് ഇവിടുത്തെ രാത്രി ടെമ്പറേച്ചർ ഏകദേശം 10 ഡിഗ്രി സെൽഷ്യസിന് താഴെയായിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ ഒരുപാട് ദൂരം നടക്കുന്നതുകൊണ്ടും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വെയിൽ വന്നതുകൊണ്ടും നമ്മൾ വിചാരിക്കുന്ന അത്ര തണുപ്പ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ വരുന്നവർ ജാക്കറ്റ് എല്ലാം എടുത്ത് ബേസ് ക്യാമ്പിൽ നിന്ന് വരണം നിർബന്ധമില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും ജാക്കറ്റ് എല്ലാം നമുക്ക് അഴിക്കേണ്ട അവസ്ഥ വരും. ഇവിടെ നമുക്ക് സാധാരണയായിട്ട് കാണാൻ പറ്റുന്ന വന്യജീവികൾ വരയാടുകൾ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കാട്ടിയെ നമുക്കിവിടെ കാണാം. അതുപോലെ ഈവൻ നമുക്ക് ഇവിടെ ആനകളെ പോലും കാണാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിൽ പുല്ലുകളെല്ലാം തന്നെ നന്നായിട്ട് ഡ്രൈ ആയതുകൊണ്ട് ആനകളെയൊക്കെ കാണാനുള്ള ചാൻസ് വളരെ കുറവാണെന്ന് തോന്നുന്നു. എന്തായാലും ദൂരെ നമ്മുടെ ഗ്രൂപ്പുകൾ മുന്നേ പോയിട്ട് അവർ റെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നത് പ്ലാവിനെ ഏതോ വൈൽഡ് ആനിമൽ പിടിച്ചിട്ടുള്ള അവശിഷ്ടങ്ങളാണെന്നാണ് പറയുന്നത്. നല്ലൊരു ഫീലിംഗ് തന്നെയുള്ള ട്രക്കിംഗ് ആയിരുന്നു കേട്ടോ ഇത്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളും ഇവിടെ ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും ബൈ.